നമസ്തേ. നമ്മുടെ ജീവിതം ഒരു നാടകമാണെന്നും ആ സ്റ്റേജിലേക്ക് പല കഥാപാത്രങ്ങളും വന്ന് അവരുടെ റോള് കഴിഞ്ഞിട്ട് അവർ പോകുമെന്നൊക്കെ പണ്ട് എഴുത്തുകാരൊക്കെ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാനിവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിനെ ഒരു നാടകമാക്കി മാറ്റേണ്ട ആവശ്യം തൽക്കാലം നമുക്കില്ല. നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതമായിട്ട് തന്നെ പോകട്ടെ എന്നുള്ള ഒരു വിരുദ്ധമായിട്ടുള്ളൊരു സിദ്ധാന്തമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടേക്ക് വരുന്നതായിട്ടുള്ള ചില നാടക നടന്മാരുടെയും നാടക നടിമാരുടെയും അവസ്ഥയെക്കുറിച്ചാണ് ഈ വീഡിയോ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ചില ആളുകൾ വന്നിട്ട് നാടകം അല്ലെങ്കിൽ ഡ്രാമ കളിക്കുന്നു, എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള വഴികൾ ആലോചിക്കാനും ഒക്കെ ഈ തോട്ട്സ് സഹായകമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിസ് ഈസ് നോട്ട് ടീച്ചിങ്, ഐ എം ഹിയർ ടു മേക്ക് യു ടു തിങ്ക് എന്നുള്ളതാണ്. നമ്മൾ ചിന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ എല്ലാ വീഡിയോകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നും അങ്ങനെയാണെന്നോ ഒന്നും ഇങ്ങനെയാണെന്നോ അങ്ങനത്തെ ഒരു കടുംപിടുത്തവും നമ്മളില്ല. വി ആർ തിങ്കിങ്. കാരണം ഓരോ വ്യക്തിയും യുണീക്കാണ്. ഫെനോമെനോളജിക്കലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിൻ്റെ പുറത്ത് ആ വ്യക്തി വളർന്നു വന്ന് അവൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാൻ. എൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റൊരു ഊർജ്ജത്തിലൂടെ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പരമാവധി ഒതൻറ്റിസിറ്റിയോടുകൂടിയും ഫ്രീ ഫ്ലോ എങ്ങനെ വരുന്നോ അത് അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നാടകം സൃഷ്ടിക്കുന്ന ആൾക്കാരുടെ ഒന്നാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്പോട്ട് ലൈറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. നാടകം ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഡയലോഗ് ഉണ്ടാകും, ഒച്ചപ്പാടുണ്ടാവും, നോയ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ നോയ്സ് എപ്പോഴും അറ്റൻഷനെ കൊണ്ടുവരുന്നു. ഈ വ്യക്തിക്ക് അങ്ങനെ സ്പോട്ട് ലൈറ്റിലേക്ക് നിൽക്കാനായിട്ട് സാധിക്കും എന്ന് ഈ വ്യക്തി അങ്ങോട്ട് ഒരു മിഥ്യാധാരണയിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് ഈ നാടകം നടത്തുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള നാടകം അങ്ങനെ തന്നെയാണല്ലോ. ആളുകളിലേക്ക് ഒരു സന്ദേശം കൊടുക്കുക, ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക, ഇതൊക്കെയാണ് നാടകങ്ങളുടെ ആദ്യകാല ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. കേവല ആസ്വാദനം എന്നുള്ളതിനപ്പുറത്തേക്ക്. അപ്പം ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവരിലേക്ക് ശ്രദ്ധ കിട്ടുക എന്നുള്ളതാണ് ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള ഇതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ശ്രദ്ധ കിട്ടിക്കഴിയുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ പറയാം, ഇവരുടെ മാനിപ്പുലേഷൻസ് നടത്താനായിട്ടും സാധിക്കും. രണ്ടാമതായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ കൺട്രോൾ ആണ്, വികാരങ്ങളുടെ നിയന്ത്രണം. ആരുടെ വികാരത്തിന്റെ നിയന്ത്രണമാണ്? മറ്റുള്ളവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ നാടകം കളിക്കുന്നു, നോയ്സ് ഉണ്ടാക്കുന്നു, സ്പോട്ട് ലൈറ്റിലേക്ക് വരുന്നു, അങ്ങനെ മറ്റുള്ള വ്യക്തികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ആ വിധത്തിൽ കലഹം സൃഷ്ടിച്ചിട്ട് നിങ്ങളുടെ പ്രതികരണം എടുക്കുക. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ അവരോട് റിയാക്ട് ചെയ്യുന്നത് ആ സമയത്ത് അവർ കൂടുതൽ പവർഫുൾ ആകുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ നാടകം കളിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ശക്തിയെ നിഷ്പ്രഭമാക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിശബ്ദതയാണ്. ആ സമയത്ത് ഇവരുടെ പവർ തന്നെ ലൂസായി പോകുന്നത് നമുക്ക് സൂൺ ഓർ ലേറ്റർ കാണാനായിട്ട് സാധിക്കും. കാരണം പലപ്പോഴും ഈ നാടകം കളിക്കുന്ന ആൾക്കാർ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കില്ല. അവരുടെ തോട്ട് ലെവല്, അതായത് അവരുടെ ചിന്തയുടെ രീതികൾ കറക്റ്റ് ലോജിക്കലായിട്ട് ഫ്ലോ ആവില്ല. കാരണം ദേ ആർ ഇമോഷണലി ഓവർവെൽമഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് അവർ ഈ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, ജലസി ഉണ്ടാകും, ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇങ്ങനെ പല അവസ്ഥകളിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റി ഇവരുടെ ഉള്ളിൽ വളരെ അധികമായിരിക്കും എന്നുള്ളത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കുന്ന കോലാഹലങ്ങൾ അല്ലെങ്കിൽ കെയോസ് ആണ് ഇവരുടെ നാടകങ്ങൾ. അപ്പൊ ഇവരുടെ കഴിവുകേടുകളും ഇവരുടെ ഇൻസെക്യൂരിറ്റികളും പുറത്ത് കാണിക്കാതെ ഈ നാടകത്തിന്റെ മറ മറ്റുള്ളവരെയും കൂടി ഈ പ്രശ്നത്തിലേക്ക് വലിച്ചഴച്ച് മൊത്തത്തിൽ സിറ്റുവേഷൻ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത് പോലെ അലമ്പാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം അസുരക്ഷിതത്വവും വീക്ക്നെസ്സും മറയ്ക്കാൻ വേണ്ടി ഇവര് ഇത്തരത്തിലുള്ള ഇമോഷണൽ ഡ്രാമേനെ ഒരു മറയായിട്ട് പിടിക്കുന്നു. ഇവർക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ബോർഡം അല്ലെങ്കിൽ കാംനെസ് എന്ന് പറയുന്നത്. ശാന്തമായിട്ട് ഉള്ള അവസ്ഥയിൽ മറ്റുള്ളവരെ കാണുന്നത് ഇവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് നശിപ്പിക്കാൻ വേണ്ടി അറ്റ് എനി കോസ്റ്റ് അവർ നാടകങ്ങൾ വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. എങ്ങാനും ഇവർ കുറച്ചു കാലം സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളുക, ഉടൻ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് അടുത്ത നാടകത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ നാടകം ഉടൻ തന്നെ അരങ്ങേറുകയും ചെയ്യും. മറ്റുള്ളവർ ശാന്തമായിട്ടിരിക്കുന്ന സമയത്തും ഇവര് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ ബോർഡം അല്ലെങ്കിൽ ഇവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനില്ലാതെ ഇരിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാകുന്ന സമയവും ഇത് രണ്ടും ഇവർക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാംനെസ് ഫീൽസ് എംപ്റ്റി ടു ദം. ശാന്തത അവർക്ക് ശൂന്യതയാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് നറേറ്റീവ് ബിൽഡിംഗ് ആണ്. അതായത് നിങ്ങളെ വില്ലനാക്കിയിട്ട് അവർ സ്റ്റോറി ബിൽഡ് ചെയ്യും എന്നുള്ളതാണ്.
കാരണം അവരുടെ നാടകത്തിൽ അവരായിരിക്കും എപ്പോഴും ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്നത്. മറ്റുള്ള ഓപ്പോസിറ്റ് കക്ഷി അവരെ സംബന്ധിച്ചിടത്തോളം എത്ര നീതിമാനാണെങ്കിലും വില്ലൻ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു നീതിമാൻ എങ്ങനെയാണ് വില്ലനായിട്ട് മാറുന്നത് എന്നുള്ളത് മുൻപ് ഞാനൊരു വീഡിയോയിൽ സംസാരിച്ചത് കുറച്ചു പേരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. ഇവരുടെ സ്റ്റോറിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസ് നടത്തുക എന്നുള്ളതാണ്. നിങ്ങളെ പ്രതിയുള്ള നിങ്ങളുടെ ഇമേജിനെ നെഗറ്റീവായിട്ട് കാണിക്കുമ്പോൾ അവർക്ക് സൊസൈറ്റിയിൽ അവരുടെ ഇൻഫ്ലുവൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ബൗണ്ടറി ടെസ്റ്റിംഗ് നടത്തുമെന്നുള്ളതാണ്. നിങ്ങളുടെ ബൗണ്ടറിനെ പല തവണ ഇവർ മുറിച്ചു വരും എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ 3 തവണ ക്ഷമിക്കും, അത് കഴിഞ്ഞാൽ പ്രതികരണം ഉണ്ടാകും. യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കാരണത്തടിച്ചവന് മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ കാരണം കാണിച്ചു കൊടുത്തിട്ട് അവിടെയും അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? അപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ റിയാക്ഷൻ എന്നുള്ളതാണ് ഇവരുടെ ഒരു പവർ എന്ന് പറയുന്നത്. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നിട്ട് അത് പിന്നീട് നമുക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇവരുടെ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് ലിമിറ്റ് വരെ ക്ഷമിക്കുമെന്നുള്ളത് ഇവരെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഏത് ലിമിറ്റ് വരെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമ്മുടെ റിയാക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷനാണ് ഇവരുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആത്യന്തികമായിട്ട് പറയുകയാണ്, ഈ നാടക നടിമാരും നടന്മാരും ഒക്കെ വിജയിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ നാടകം വിജയിക്കുന്നത് എപ്പോഴാണോ നമ്മൾ അതിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്നത് ആ സമയത്താണ്. എപ്പോഴാണോ നമ്മൾ അതിൽ നിന്ന് അറ്റൻഷൻ മാറ്റി നമ്മുടെ കാര്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് ഇവരുടെ ഡ്രാമ എന്ന് പറയുന്നത് പവർലെസ് ആയിട്ട് അശക്തമായിട്ടുള്ള ഒന്നായിട്ട് കൊഴിഞ്ഞു വീഴും എന്നുള്ളതാണ്. അങ്ങനെ ആ നാടകത്തിൻ്റെ സ്റ്റേജുകൾ കൊഴിഞ്ഞു വീഴുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങളുടെ ബൗണ്ടറീസ് പവർഫുള്ളായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റേഴ്സിനെയും അതുപോലെ ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ബൗണ്ടറീസിനെ ശക്തമാക്കുക എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇത് കലിയുഗമാണ്. പല രീതിയിലുള്ള നാടക നടീനടന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിൽ തന്നെ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പം നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിനെ നമ്മളെ ആഴത്തിൽ മനസ്സിലാക്കുകയും നമ്മുടെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കലിയുഗത്തിൽ സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പവർ എന്ന് പറഞ്ഞുകൊണ്ടും തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.